ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സൈക്കോ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ഇന്നത്തെ യാത്രയെന്ന് പറയുന്നത് പീച്ചി ഡാമിലേക്കാണ്. കുറേയായി ഞങ്ങൾ പീച്ചി ഡാമിലേക്ക് പോകണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴാണ് ഞങ്ങൾക്ക് സമയം ഒത്തു വന്നത്. ഏട്ടൻ ഇന്ന് ലീവും കൂടെ ആയതുകൊണ്ട് ഞങ്ങൾ പീച്ചി ഡാമിലേക്ക് പോവാണ്. അമ്മയ്ക്ക് ടാറ്റയൊക്കെ കൊടുത്ത് ഞങ്ങൾ ബൈക്കിനാണ് യാത്ര ചെയ്യുന്നത്. പീച്ചി ഡാം തൃശ്ശൂരാണ്. തൃശ്ശൂർ വരെ നമുക്ക് പോകണ്ട. തൃശ്ശൂരിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം 22 കിലോമീറ്ററോളം ഉണ്ട് പീച്ചി ഡാമിലേക്ക്. ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ തൃശ്ശൂരിൽ നിന്നൊക്കെ ഇഷ്ടം കൂടി ബസ്സൊക്കെ ഉണ്ട് പീച്ചി ഡാമിലേക്ക്. ഇപ്പോൾ നമ്മൾ പാലക്കാട് നിന്ന് പോവുകയാണെങ്കിൽ തന്നെ ഈ പട്ടിക്കാട് ഇറങ്ങി നിന്നാലും നമുക്ക് ഇഷ്ടം കൂടി ബസ് കിട്ടും. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. കുതിരാൻ കാണാത്തവരൊക്കെ കണ്ടോ, ഫുൾ വീഡിയോ ഉണ്ട്. ഇതിൻ്റെ അവസാനം ആ വെട്ടം കാണുന്ന അവിടുത്തെ വ്യൂ ഒന്ന് കാണേണ്ടത് അതിമനോഹരമാണ്. ഒന്ന് കണ്ടു നോക്കണേ, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് എല്ലാവരും ഈ പാഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാം. ഇതുവഴി ഇതിൻ്റെ അകത്തോട് നമ്മൾ പോകുമ്പോൾ തന്നെ മണ്ടയിൽ നിന്ന് എന്തൊക്കെയോ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന പോലൊക്കെ തോന്നും. എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു സാധനമാണ് ഈ കുതിര എന്ന് പറയുന്നത്. കാരണം ഒരു തുരങ്കമല്ല, ഒരു വലിയ പാറ അവർ കുത്തി കിഴിച്ച് ഇതുപോലെ ആക്കി വെച്ചേക്കുന്നു. ഏത് നിമിഷം ഒരു അപകടം പറ്റാവുന്ന പോലെ എനിക്ക് നല്ല പേടിയുണ്ട്. ഇത് അറ്റകുറ്റപ്പണികളും ഒക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു. ഇപ്പോൾ പിന്നെയും തുറന്നിട്ടുണ്ട്. കണ്ടോ, എന്ത് നല്ല രസമാണ് നോക്ക്. ആ മലകളും പച്ചപ്പും ഒക്കെ കാണാനായിട്ട്. ഇന്നിപ്പോൾ മഴ ഇത്തിരി ശമനമുണ്ട്. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ ഇന്ന് ഇത്തിരി വെയിൽ കണ്ടപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയതാണ്. ഇവിടെ നമ്മൾ പീച്ചി ഡാമിലോട്ടുള്ള വഴിക്ക് തിരിഞ്ഞു. ഇവിടെ KFRയുടെ നല്ല സൂപ്പർ വഴിയാണ്. അപ്പുറത്തും ഇപ്പുറത്തും നല്ല പച്ചപ്പ് നിറഞ്ഞ് ഒരു വനത്തിൻ്റെ നടുക്കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കയറിയപ്പോൾ മുതൽ നല്ല തണുപ്പ്. എന്താണെന്നറിയത്തില്ല, മരങ്ങളൊക്കെ കൊണ്ടാവും, ചിലപ്പം ഡാം അടുത്തുള്ളതുകൊണ്ടാവും നല്ല തണുപ്പ്. ഒരു AC-ക്കകത്ത് നിൽക്കുന്ന പോലെ ആയിരുന്നു. ഇവിടെ അതായത് ഒരേപോലത്തെ സ്ട്രക്ചറിൽ തന്നെ കുറേ വീടുകൾ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഫോറസ്റ്റിൻ്റെയൊക്കെ ഈ ക്വാർട്ടേഴ്സോ ഓഫീസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. ചെറിയ ചെറിയ കടകളൊക്കെ വരുന്നുണ്ട്. ഇപ്പം ഡാമിലോട്ട് പോകുന്നവരൊക്കെ ഇവിടെ ഇറങ്ങി ചായ കുടിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ ഇറങ്ങുന്നുണ്ട്. ഇവിടെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് പീച്ചി ഡാമിലേക്ക് പോവാം. ഇതുവഴിയൊക്കെ ബസ്സൊക്കെ പോകുന്നുണ്ട്, വേറെ റൂട്ടൊക്കെ ഉണ്ട് ഇതുവഴിയൊക്കെ. അപ്പോൾ 10 മിനിറ്റ് കൂടുമ്പം ഇഷ്ടം കൂടി ബസ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അങ്ങോട്ട് പോകാനാണെങ്കിലും ഇങ്ങോട്ട് വരാനായിട്ടാണെങ്കിലും. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ല. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ലൊരു പാർക്കിംഗ് സൗകര്യം തന്നെ ഒരുക്കിയിട്ടുണ്ട്. വലിയൊരു ഗ്രൗണ്ടുണ്ട്. ഇവിടെ പല ചാർജസാണ്. ബൈക്കിന് വേറെ, കാറിന് വേറെ, ബസ്സിന് വേറെ, അങ്ങനെ പല ചാർജസൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡാമിലോട്ട് നടക്കാം. അവിടെ കുറേ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും മാപ്പും സ്ട്രക്ചറും എല്ലാം നമുക്ക് അവിടെ കാണാം. അത് കണ്ടിട്ട് നമ്മൾ അകത്തോട്ട് കയറിയാൽ തന്നെ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കാരണം ഒരു ഇപ്പോൾ പവലിയൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ഗോപുരം പോലത്തെ സാധനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് പവലിയനാണ്. കാരണം അതുപോലുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ വായിച്ചിട്ട് അകത്തോട്ട് കയറിയാൽ നമുക്ക് ഏകദേശം എല്ലാം മനസ്സിലാക്കും, മറ്റുള്ളവർ പറഞ്ഞു തരാതെ തന്നെ. ഇപ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ നല്ല രീതിയിൽ വെള്ളം കുറവായിരുന്നു. എന്താണെന്ന് അറിഞ്ഞുകൂടാ, വെള്ളം കുറവായിരുന്നു. ഡാമും താഴോട്ട് നോക്കിയാൽ നല്ല രീതിയിൽ പൂന്തോട്ടവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മളിനി മണ്ടേന്ന് കറങ്ങി താഴോട്ട് ഇറങ്ങി വരും. ഇത്രയൊക്കെ ഉള്ളൂ അവിടെ കാണാനായിട്ട്. നല്ല വർഷങ്ങളുടെ പഴക്കമുള്ള ഡാമാണ് പീച്ചി ഡാം. അപ്പോൾ ഡാമിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഞങ്ങളൊരു വൈകുന്നേരത്താണ്, 4 മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നല്ല ആ സമയത്ത് ഇറങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം കുറച്ച് തണലും അങ്ങനെ വലിയ വെയിലും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ.
അപ്പോൾ 2 ഐസ്ക്രീമൊക്കെ വാങ്ങി ഞങ്ങൾ കഴിച്ച് ഓക്കെ ഞങ്ങൾ ഇങ്ങനെ നടക്കുവാണ് ആ കാട്ടിക്കൂടി. സമയം പോകാനൊക്കെ നല്ല സ്ഥലമാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാത്തരം സൗകര്യങ്ങളും അവിടെ ഉണ്ട്. മണിക്കുട്ടൻ പക്ഷേ എങ്ങും കയറിയില്ല, അവന് പേടിയായിരുന്നു. പിന്നെ മറ്റുള്ളവർ കളിക്കുന്നതൊക്കെ കണ്ട് ഇരിക്കാനേ അവന് പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഞങ്ങളെല്ലാം കണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. ഇനി ബീച്ച് ലാമ്പിലോട്ട് വരുന്നവർ ആദ്യം തന്നെ ആ നട ഇറങ്ങി താഴെ പോയി അങ്ങനെ മണ്ടവഴി കയറി വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞങ്ങൾ പോവാണ് ഗൈസ്. ടാറ്റാ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ടാറ്റാ.